എന്തുകൊണ്ടാണ് പലരും ഹൈ ബീം ഇട്ട് തന്നെ രാത്രി ഡ്രൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ച് പേരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ഹൈയും ലോയും തിരിച്ചറിയില്ലെന്നുള്ളത്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഹൈയും ലോയും തിരിച്ചറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. എന്നാൽ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 20 തൊട്ട് 30% ആൾക്കാരും ഹൈ ബീം ഇട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, വഴി കാണാത്തത് കൊണ്ട് തന്നെയാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വഴി കാണുന്നില്ലെന്ന് ചോദിച്ചാൽ, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റുകൾ, അതിപ്പം ഹാലജൻ ആകട്ടെ LED ആകട്ടെ, ഒട്ടും തന്നെ റോഡ് വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഹാലജൻ ഒട്ടും തന്നെ വിസിബിലിറ്റി കിട്ടുന്നില്ല. ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. കാരണം നമ്മുടെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ലിട്ടപ്പ് അല്ല, ഒട്ടും തന്നെ വെട്ടമില്ലാത്ത റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ് പോലും ഒട്ടും എഫിഷ്യൻ്റ് ആയിട്ട് തോന്നത്തില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ നല്ല വെട്ടമുള്ളൊരു ലൈറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. പലപ്പോഴും ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നതും ഒക്കെ ഉള്ളൊരു കാരണങ്ങൾ ഒന്നാണ് വെട്ടം കാണാതെ ഡ്രൈവ് ചെയ്യുക. ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു സൊല്യൂഷൻ ഇല്ല, ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കമ്പനി LED പ്രൊവൈഡ് ചെയ്യുന്ന മിക്ക ബ്രാൻഡുകളുടെയും വെട്ടം വളരെ കുറവായിരിക്കും. അത് നമുക്ക് എന്താ പറയുന്നത്, കാണാനൊക്കെ നല്ല ഗുമ്പനായിരിക്കും, ഭയങ്കര ലുക്കൊക്കെ ഉള്ള വാഹനമായിരിക്കും, പക്ഷേ വെട്ടം തീരെ പോരാ. അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അവർക്ക് അഡീഷണൽ ആയിട്ട് ഫോഗ് ലാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെയൊക്കെ സൈഡിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ലൈറ്റുകൾ വെക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും. അതല്ലാതെ ഇതിനെ മറികടക്കാൻ വേണ്ടി വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്തോ ഹെഡ്ലൈറ്റ് ബൾബ് വാങ്ങുന്ന സമയത്തോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. നമ്മളിടുന്ന ഹെഡ്ലൈറ്റ് ബൾബ് കൊണ്ട് ബാക്കി ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവൻ്റെ കണ്ണിലോട്ടോ അല്ലെങ്കിൽ വായിലോട്ടോ അടിച്ചു കൊടുക്കാനല്ല പറയുന്നത്. നോർമലായിട്ട് റോഡ് കാണാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ ഹൈ ബീമും ലോ ബീമും സെപ്പറേറ്റ് വരുന്ന വാഹനങ്ങളാണെങ്കിൽ ലോ ബീമിൽ മാത്രം ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുക. ഒരു കാരണവശാലും ഹൈ ബീമിൽ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക. ഇനി ചെയ്താലും അതിട്ട് വാഹനം ഓടിക്കാതിരിക്കുക. ഇപ്പം എന്തുകൊണ്ടാണ് ഹൈയും ലോയും അല്ലെങ്കിൽ ഹൈ ഒക്കെ തന്നെ ഇട്ട് എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ലോ ബീമിൽ വെട്ടം കിട്ടാതെ വരുന്നുള്ളതുകൊണ്ടാണ് ഹൈ ബീം ഇട്ട് നോക്കുന്നത്. ഹൈ ബീം ഇട്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചിലപ്പം കമൻ്റ് ഇടും, നിങ്ങൾക്ക് ഉള്ളൊരു ഇഷ്യൂ ഒന്ന് ജസ്റ്റ് കമൻ്റ് ഇടുക. അതായത് ആർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പുറയിൽ നിന്ന് ലൈറ്റ് അടിച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നല്ല ഹെഡ്ലൈറ്റ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. കാരണം H4 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാപ്പുള്ള മോഡൽ തന്നെ യൂസ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് വരും. ഹെഡ്ലൈറ്റ്സ് പോലെ തന്നെ ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. മറക്കണ്ട, ഫുൾ ഇരുന്നൊന്ന് കണ്ടോണം.